മലയാള സിനിമയിലെ കള്ളപ്പണത്തെക്കുറിച്ചുള്ള ഒറ്റ ചോദ്യത്തിൽ വെട്ടിലായ താരമാണ് ധ്യാൻ ശ്രീനിവാസൻ. ഒരുവിധം ഉരുണ്ടുവീണെണീറ്റ ധ്യാനാകട്ടെ കള്ളപ്പണത്തിന് ഒരു പുതിയ അവകാശിയെ കണ്ടെത്തി. മറ്റാരുമല്ല, സാക്ഷാൽ അഖിൽ മാരാർ. ബിഗ് ബോസിൽ വിജയിച്ച ശേഷം തന്റെ കരിയർ വേറെ ലെവലിൽ എത്തിച്ച അഖിൽ മാരാർ ഇതോടെ പെട്ടുപോയി. അടുത്തിടെ മിനി കൂപ്പറും 20 ലക്ഷം വില വരുന്ന BMW ബൈക്കും സ്വന്തമാക്കിയ അഖിൽ മാരാർക്കെതിരെ വിമർശകർ വാളെടുത്തു. കരിയറിൽ ഒറ്റ പടം മാത്രം സംവിധാനം ചെയ്ത അഖിൽ മാരാർ എങ്ങനെയാണ് ലക്ഷങ്ങൾ പൊടിക്കുന്നതെന്നായിരുന്നു ചോദ്യം. അങ്ങനെ ധ്യാൻ കൊളുത്തിവിട്ട ഒരു തഗ് ഡയലോഗ് ഏറ്റുപിടിച്ച് കണ്ണുകടിയുള്ളവരെല്ലാം അഖിലിനെ പഞ്ഞിക്കിട്ടു. ഇതോടെ അഖിലും രംഗത്തെത്തി. തന്റെ വരുമാന സ്രോതസ്സും ടാക്സ് അടച്ചതിന്റെ രേഖകളും സഹിതം അഖിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ടു. ഓൺലൈൻ മാധ്യമങ്ങൾക്ക് അഖിലിന്റെ ഒരു ഇന്റർവ്യൂ ലഭിക്കണമെങ്കിൽ 1 ലക്ഷം നൽകണം. പങ്കെടുക്കുന്ന ഓരോ പരിപാടിക്കും കൃത്യമായി ബില്ല് നൽകി തുക കൈപ്പറ്റും. പണം കിട്ടിയാൽ ഉടൻ തന്നെ കൃത്യമായി ടാക്സ് പേ ചെയ്യും. വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതും കൃത്യമായി പൈസ എണ്ണിപ്പറഞ്ഞു വാങ്ങിത്തന്നെയാണ്. വിദേശത്ത് നിന്ന് കിട്ടുന്നത് അവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യും. ദുബായിലെ ഒരു മീഡിയ കമ്പനിയിൽ നിന്നും 15,000 ദിർഹം ശമ്പളമായി വാങ്ങുന്നുണ്ട്. ഓഹരി വിപണിയിൽ നിന്നും യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും മാരാർ പണം സമ്പാദിക്കുന്നു. എന്നാൽ യുവതലമുറയെ നശിപ്പിക്കുന്ന ഗെയിമിംഗ് ആപ്പുകളോ വിശ്വാസമില്ലാത്ത ഉൽപ്പന്നങ്ങളോ പരസ്യം ചെയ്ത് വരുമാനമുണ്ടാക്കാൻ താനില്ലെന്നും അഖിൽ മാരാർ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി. എങ്ങനെയാണ് അഖിൽ മാരാർ ഇത്രയധികം പണം സമ്പാദിക്കുന്നതെന്ന് അറിഞ്ഞതോടെ വിമർശകരെല്ലാം കണ്ടം വഴി ഓടുകയും ചെയ്തു. ഈ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തൂ. സബ്സ്ക്രൈബ് ചെയ്യൂ ബബിൾകം മീഡിയ.